മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ ചാവേർ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്ത്. 3 വർഷങ്ങൾക്ക് മുൻപ് ഇറാഖ് സന്ദർശനത്തിനിടെയായിരുന്നു സംഭവം. 2021 മാർച്ചിൽ തനിക്ക് നേരെയുണ്ടായ വധശ്രമം ഫ്രാൻസിസ് പാപ്പ തന്നെയാണ് വെളിപ്പെടുത്തിയത്. മൊസൂൾ നഗരത്തിൽ നടത്തിയ സന്ദർശനത്തിനിടെ വധശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വെളിപ്പെടുത്തിയത്. 2025 ജനുവരി 14 പുറത്തിറങ്ങാനിരിക്കുന്ന സ്പെറ അഥവാ ഹോപ്പ് എന്ന പുതിയ പുസ്തകത്തിലാണ് യാത്രക്കിടെ ആസൂത്രണം ചെയ്ത ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പാപ്പ വിവരിക്കുന്നുവെന്ന് ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ബാഗ്ദാദിൽ ഇറങ്ങിയ ഉടൻ തന്നെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് വധശ്രമ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയതായി വത്തിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നുവെന്ന് പാപ്പ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. 2 രീതിയിലുള്ള വധശ്രമമാണ് നടക്കാൻ പോകുന്നതെന്ന മുന്നറിയിപ്പാണ് ലഭിച്ചത്. അപ്പസ്തോലിക സന്ദർശന വേളയിൽ ചാവേറായി സ്വയം പൊട്ടിത്തെറിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു യുവതി തയ്യാറെടുത്തിരുന്നുവത്രേ. ഇവർ മൊസൂളിലേക്ക് പോകുന്നുണ്ടായിരുന്നുവെന്നും പാപ്പായെ വധിക്കാൻ അതിവേഗ ട്രക്കും നിരത്തിലിറക്കിയിരുന്നുവെന്നുമാണ് വെളിപ്പെടുത്തൽ. ജിഹാദിസവും തീവ്രവാദി ആക്രമണവും മൂലം നശിപ്പിച്ച ഒരു ദേശത്തേക്ക് അപ്പസ്തോലിക സന്ദർശനം നടത്തുന്നതിനെതിരെ നിരവധി പേർ തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി പാപ്പ പറഞ്ഞുവെന്ന് പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ പങ്കുവച്ച് ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ല സെറയുടെ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ എന്തു വില കൊടുത്തും പോകാൻ ആഗ്രഹിച്ചു. എനിക്കത് ചെയ്യണമെന്ന് തോന്നി. യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തങ്ങളുടെ വംശപരമ്പര കണ്ടെത്തുന്ന പൂർവ്വപിതാവായ അബ്രാഹാമിനെ സന്ദർശിക്കാനും കാണാനും തനിക്ക് കടപ്പാടുണ്ടെന്ന് മാർപ്പാപ്പ കുറിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. സന്ദർശനത്തിനിടെ ഫ്രാൻസിസ് പാപ്പ അബ്രഹാമിന്റെ ജന്മനഗരമായ ഊർ സന്ദർശിച്ചിരുന്നു.